ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇന്ത്യ പൊളിറ്റിക്കൽ ടോക്ക്. അപ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ ഒരു നേതൃമാറ്റം സംഭവിക്കാൻ പോകുകയാണ്. ഏതായാലും ഹൈക്കമാൻഡ് എടുത്ത ഈ തീരുമാനം വളരെ നല്ല തീരുമാനമാണ്. കാരണം ഇത് ഒരു വെറും വെച്ചുമാറൽ മാത്രമല്ല. ഇത് ഹൈക്കമാൻഡ് കേരളത്തിൽ കൈക്കൊണ്ട തീരുമാനം പോലെ തന്നെ ഒരു ധീരമായ തീരുമാനമാണ്. കാരണം DK ശിവകുമാറാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിനെ നയിച്ചതും ഇത്രയും വലിയ മാർജിനിൽ വിജയിപ്പിച്ചതും ഒക്കെ. അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രിയാവാൻ അർഹനും എന്നതിൽ തർക്കമില്ല. അങ്ങനെ ഇപ്പൊ ഏതായാലും അത് 2.5 വർഷം ആണ് അന്ന് ഒരു കോംപ്രമൈസ് രൂപത്തിൽ സിദ്ധരാമയ്യ ആദ്യത്തെ 2.5 വർഷവും പിന്നെ DK ശിവകുമാർ തുടർന്നുള്ള 2.5 വർഷവും എന്നൊക്കെയായിരുന്നു ധാരണ. എങ്കിലും സിദ്ധരാമയ്യ അതിൽ രാജിവെക്കാൻ തയ്യാറാവാതെ കുറച്ചുകൂടി മുന്നോട്ട് പോയി. ഏതായാലും ഹൈക്കമാൻഡിന്റെ ശക്തമായ ഇടപെടലിലൂടെ സിദ്ധരാമയ്യ ഓഫറുകളൊക്കെ കൊടുത്തു. എന്താണെങ്കിലും ആ ഇടപെടലിലൂടെ അദ്ദേഹം രാജിവെച്ചിരിക്കുന്നു. DK ശിവകുമാർ ബുധനാഴ്ചയോടെ പുതിയ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തും എന്നാണ് ഇപ്പോൾ വരുന്നത്. ഇത് ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല. സാധാരണ ഒരു പദവി മാറ്റം മാത്രമായി ഇതിനെ ചുരുക്കി കാണേണ്ടതില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു ഭാവമാറ്റം അവർ കർണാടകയിൽ പ്രതീക്ഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ DK ശിവകുമാറിന് ഈ പദവി നൽകുന്നതും അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തിക്കുന്നതും ഒക്കെ കോൺഗ്രസ് വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ജൂൺ 3 ബുധനാഴ്ചയോടെ അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയുന്ന കാര്യങ്ങൾ. 2023 ആണ് ഈ സിദ്ധരാമയ്യ മന്ത്രിസഭ അധികാരത്തിൽ വന്നത്. അപ്പോൾ ഇനി ഏകദേശം 2 വർഷമാണ് മാത്രം കാലാവധിയാണ് ഇനി DK ശിവകുമാറിന് കിട്ടുക. അതിനുള്ളിൽ തന്നെ അദ്ദേഹം ഇപ്പോൾ അവിടുത്തെ KPCCയുടെ പ്രസിഡന്റ് കൂടിയാണ്. അതിനും ഒരാൾ മാറി വരേണ്ടതുണ്ടായിരിക്കാം. കാരണം മുഖ്യമന്ത്രി KPCC പ്രസിഡന്റ് ആയാൻ സാധ്യത കുറവാണ്. അപ്പോൾ ഒരു KPCC പ്രസിഡന്റും പുതിയത് വരും. DK ശിവകുമാറിന്റെ നേതൃത്വത്തിൽ ഹൈക്കമാൻഡ് ഉദ്ദേശിക്കുന്നത് വൻ ഭൂരിപക്ഷത്തോടെ അടുത്ത ഈ 2 വർഷം കഴിഞ്ഞാൽ 28-ലായിരിക്കാം തെരഞ്ഞെടുപ്പ്. ആ സമയത്ത് വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്തണമെങ്കിൽ DK ശിവകുമാർ തന്നെ മുഖ്യമന്ത്രിയാവണം എന്ന് ഹൈക്കമാൻഡ് കണക്ക് കൂട്ടിയിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഇത് കേരളത്തിനെ പോലെ തന്നെയുള്ള ഒരു അധികാര മാറ്റമാണ് എന്നിവിടെ സൂചിപ്പിക്കുന്നത്. കർണാടകയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, DK എന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ ഷൂട്ടറാണ്. ഹൈക്കമാൻഡിന്റെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഓടിയെത്തുകയും അതിനുവേണ്ട പരിഹാരങ്ങളൊക്കെ കാണുകയും, കാരണം ചാക്കിട്ട് പിടുത്തങ്ങൾ മന്ത്രിസഭ മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുമ്പോൾ MLA-മാരെ സംരക്ഷിക്കലും ഒക്കെ ഹൈക്കമാൻഡ് വളരെ വിശ്വസ്തയോടെ ഏൽപ്പിക്കുന്ന ഒരു നേതാവാണ്. DK കോൺഗ്രസിന്റെ അത് നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഡബിൾ ഷൂട്ടറാണ്. പ്രധാനം 2018 കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 104 സീറ്റ് നേടി BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് JDS സഖ്യം രൂപീകരിച്ച് നമ്മുടെ കുമാരസ്വാമിയെ മുഖ്യമന്ത്രിയാക്കിയ ആ തന്ത്രം മെനഞ്ഞത് DK ശിവകുമാർ. ഏതായാലും അത് അധികം നീണ്ടു നിന്നില്ല എങ്കിലും അതൊരു തന്ത്രമായിരുന്നു. അത്രയും വളരെ തന്ത്രശാലിയായ ഒരു നേതാവാണ്. ഈ കർണാടകയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നേതാവല്ല അദ്ദേഹം അഖിലേന്ത്യാ തലത്തിൽ ഹൈക്കമാൻഡിന്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു നല്ല നേതാവാണ്. എല്ലാ കാര്യങ്ങളിലും ഹൈക്കമാൻഡിന്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെട്ട് അതിന് പരിഹാരം നിർദ്ദേശിക്കാനും കാണാനും ഒക്കെ കഴിവുള്ള ഒരു നേതാവായതുകൊണ്ട് തന്നെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹം നന്നായി പെർഫോം ചെയ്യും എന്നതിൽ യാതൊരു തർക്കവുമില്ല. നിലവിൽ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒക്കെ ഉപമുഖ്യമന്ത്രിയും മറ്റേ മന്ത്രി വകുപ്പുകളുടെ ചുമതലയൊക്കെ അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു തർക്കവുമില്ല. ഏതായാലും ഇനി ഒരു DK യുഗമാണ് കർണാടകയിൽ വരാൻ പോകുന്നത്. തീർച്ചയായും കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം
ഇത് ഒരു പുത്തൻ ഉണർവായിരിക്കും അവിടെ ലഭിക്കുക എന്നതിൽ ഒരു തർക്കവുമില്ല. അതുതന്നെയാണ് ഹൈക്കമാൻഡ് ആ വളരെ ദീർഘവീക്ഷണത്തോടെ അത് കണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ DKയുടെ ഈ വരവ് കർണാടകയിൽ എത്തിയിരിക്കുന്നത്. കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിച്ചിരിക്കുന്നത്. അത് ഹൈക്കമാൻഡിന്റെ ഒരു ദീർഘവീക്ഷണമാണ്. കാരണം ഇത് ഒരു വെച്ചുമാറൽ മാത്രമല്ല എന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. കാരണം ഹൈക്കമാൻഡ് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഇതിനേക്കാൾ ഭൂരിപക്ഷത്തോടു കൂടി കോൺഗ്രസ് പാർട്ടിക്ക് തിരിച്ചു വരണമെങ്കിൽ DKയെ പോലത്തെ ഒരാളായിരിക്കണം പാർട്ടിയെ നയിക്കേണ്ടത് എന്ന് ഹൈക്കമാൻഡ് വളരെ ദീർഘവീക്ഷണത്തോടെ കാണുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ DKക്ക് അധികാരം കൈമാറ്റം നടക്കുന്നത്. 80 വയസ്സോളം പിന്നിട്ട് സിദ്ധരാമയ്യ ഇനി അതിന് ഒരു തയ്യാറെടുപ്പുകളൊക്കെ നടത്തി വരുമ്പോഴേക്കും പാർട്ടി എവിടെ എത്തും എന്ന് ഹൈക്കമാൻഡ് വളരെ ദീർഘവീക്ഷണത്തോടെ തന്നെ അതിനെ കണ്ടിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് DKയുടെ ഈ വരവ് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ കർണാടക സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അധികാരം നിലനിർത്തേണ്ടതുണ്ട്. കാരണം കുറഞ്ഞ സ്റ്റേറ്റിലാണല്ലോ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്നത്. അപ്പോൾ അധികാരം ഉള്ള സ്ഥലത്ത് അത് പോവാതെ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് DKയെ പോലത്തെ ഒരാൾ ഈ ഇലക്ഷൻ ഇനി നേരിടാനുള്ള ഈ 2 വർഷങ്ങളിൽ DKയെ പോലത്തെ ഒരാൾ മുഖ്യമന്ത്രിയായി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ച് പാർട്ടിയെയും മന്ത്രിസഭയെയും നല്ല നിലയിൽ നയിക്കുവാൻ കഴിവുള്ള ഒരാൾ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ DKയെ പരിഗണിച്ചിരിക്കുന്നത്. DK ഏതായാലും ജൂൺ 3 ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. തീർച്ചയായും ഏതായാലും എല്ലാ മംഗളാശംസകളും നേരുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ഈ ഹൈക്കമാൻഡിന്റെ ഈ ദീർഘവീക്ഷണം അത് കോൺഗ്രസ് കർണാടക പാർട്ടിക്ക് ഗുണം ചെയ്യും എന്നതിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യാൻ ഉറപ്പിക്കാനും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.